കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് അങ്ങനെ ചോദിച്ചാൽ എ ഇൻവേഴ്സ് ഈക്വൽ എൻ്റെ ഇക്വേഷൻ വരെ അവസാനം പറഞ്ഞു നിർത്തിയേ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. എ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ. ഒരു മെട്രിക്സ് അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം? ഏഴ് മേളിയൊരു -1 അത് വായിക്കുന്ന എ ഇൻവേഴ്സ് കാണുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഡിറ്റർമിനൻ്റ് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 5 - 1 2 3 find A inverse. If A equal to 5 - 1 2 3 find A inverse. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. 5 - 1 2 3 ഏത് കാണാൻ? A ഇൻവേഴ്സ്. എന്തായാലും A ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, അഡ്ജോയിൻറ്റ് ഓഫ് എ കാണും, ഡിറ്റർമിനൻ്റ് കാണും, ഡിവൈഡ് ചെയ്യണം. A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻറ്റ് കാണും, ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യം കാണേണ്ട അഡ്ജോയിൻറ്റ് ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു നോക്കാം 2/2 മെട്രിക്സ് ആണ്. അഡ്ജോയിൻറ്റ് കാണാൻ എളുപ്പം. എന്താ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 5 3 ചിഹ്നം ഓപ്പോസിറ്റ് ആക്കണം. 1 -2 5 ഈ രണ്ട് എലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 3ഉം 5ഉം ഇതിന് രണ്ടിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആക്കുക. പ്ലസ് ആണ് മൈനസ്, മൈനസ് ആണ് പ്ലസ്. ഇത് പ്ലസ് ആയിരുന്നു മൈനസ് ആക്കി, ഇത് മൈനസ് ആയിരുന്നു പ്ലസ് ആക്കി. അപ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് കിട്ടി 3 1 -2 5. ഇനി അടുത്ത വേണ്ടി ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് 5 - 1 2 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 5 15 മൈനസ് 2 × -1 -2 അപ്പോൾ 17 കിട്ടും. ആദ്യമേ തന്നെ നോക്കണം ഡിറ്റർമിനൻ്റ് 0 ആണോ. ഇവിടെ 0 അല്ല, 17 കിട്ടി. Therefore A inverse equal ഇക്വേഷൻ പോലെ എഴുതിയിട്ടുണ്ട് അഡ്ജോയിൻറ്റ് ഓഫ് എ 3 1 -2 5 ഹോൾ ബൈ 17. നമ്മൾ ആ ഹോൾ ബൈ 17 ഇവിടെ 1/17 എന്ന് എഴുതും. അപ്പോൾ 1/17 × 3 - 1 -2 5 അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ആണോ അതിനെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം അഡ്ജോയിൻറ്റ് ഇത് 2/2 വേണ്ടിയിട്ട് അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാൻ എളുപ്പമായിരുന്നു. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മറ്റൊരു എലമെൻറ്റ് ചിഹ്നം ഓപ്പോസിറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ ആൻസർ A ഇൻവേഴ്സ് ഈക്വൽ ടു 1/17 × 3 1 -2 5. അപ്പോൾ അങ്ങനെ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ. If A equal to matrix 2 1 0 3 0 2 1 4 0 find A inverse. ഇൻവേഴ്സ് ആണ്. ആദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഉള്ളൂ. ഡിറ്റർമിനൻ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 2 1 0 3 0 2 1 4 0 2 × റോയും ഗുണം പോയി 0 - 8 -1 × റോയും ഗുണം പോയി 0 - 2 റോയും ഗുണം പോയിട്ട് 3 × 0 0 മൈനസ് പ്ലസ് 0 × റോയും ഗുണം പോയാൽ 12 - 0. അപ്പോൾ അതെല്ലാം എഴുതുമ്പോൾ 2 × -8 -1 × -2 പ്ലസ് 0 2 × -8 -16 മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് +2 -16 + 2 -14. അപ്പോൾ ഡിറ്റർമിനൻ്റ് കിട്ടി -14. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഡിറ്റർമിനൻ്റ് കിട്ടി നമുക്ക് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു -14. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി എല്ലാ എലമെൻറ്റിൻ്റെയും കോ ഫാക്ടർ കാണാം. C11 0 - 8 -8 C12 2 1 3 മൈനസ് ഇടണം. റോയും കുളവും കളഞ്ഞാൽ 0 - 2 0 - 2 -2 ആണ്. അപ്പോൾ ആൻസർ 2 കിട്ടും. C13 3 4 പോയിട്ട് 12 - 0 12 കിട്ടും. അടുത്തായി C21 2 1 3 മൈനസ് റോയും പോയി പോയി 0 - 0 0
C22 2 4 റോയും പോയി കോളവും പോയി പോയിട്ട് 0 മൈനസ് 0 0 C23 3 2 5 മൈനസ് റോയും പോയി കോളവും പോയിട്ട് 8 മൈനസ് 1 മൈനസ് 7 C31 3 1 4 മൈനസ് വേണ്ട റോയും കോളവും പോയാൽ 2 മൈനസ് 0 2 C32 3 2 5 മൈനസ് റോയും കോളവും കളഞ്ഞാൽ 4 മൈനസ് 0 4 മൈനസ് 0 മൈനസ് 4 അടുത്ത C33 റോയും കോളവും കളഞ്ഞാൽ 0 മൈനസ് 3 0 മൈനസ് 3 ആൻസർ മൈനസ് 3 കിട്ടും. അങ്ങനെ എല്ലാ എലമെൻറ്റിൻ്റെയും കോഫാക്ട് കിട്ടി. അപ്പോൾ നമുക്കിനി വേണ്ടിയ ഡിറ്റർമിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അടുത്ത വേണ്ടിയ എ ഇൻവേഴ്സ് ആണെന്ന് ഇക്വേഷൻ എന്തോ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണെന്ന് ഇക്വേഷൻ നമുക്കറിയാം അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിൻ്റെ. ഡിറ്റർമിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിറ്റർമിൻ്റെ -14 കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടി അഡ്ജോയിൻ്റ് ഓഫ് എ കാണാൻ എല്ലാ എലമെൻറ്റിൻ്റെയും കോഫാക്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം therefore adjoint of A equal to adjoint of A equal മെട്രിക്സിനകത്ത് എല്ലാത്തിൻ്റെയും കോഫാക്ട് എഴുതും. -8 2 12 0 0 -7 2 -4 -3 അതല്ല ട്രാൻസ്പോസ്. That is equal to -8 2 12 0 0 -7 2 -4 -3 അങ്ങനെ അഡ്ജോയിൻ്റ് ഓഫ് എ കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു മെട്രിക്സ് -8 0 2 2 0 -4 12 -7 -3 അങ്ങനെ അഡ്ജോയിൻ്റ് ഓഫ് കിട്ടി. നമുക്ക് വേണ്ടിയത് എ ഇൻവേഴ്സാണ്. എ ഇൻവേഴ്സ് ആണെന്ന് ഇക്വേഷൻ നമ്മൾ വെളി എഴുതിയിട്ടുണ്ട്. അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ ഉണ്ട്. ഡിറ്റർമിനൻ്റ് -14 കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം therefore എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. ദാറ്റ് ഈസ് ഈക്വൽ അഡ്ജോയിൻ്റ് ഓഫ് എ നമ്മളതിലുണ്ട്. Adjoint of A -8 0 2 2 0 -4 12 -7 -3 by determinant -1/14. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇൻവേഴ്സ് കിട്ടി. -1/14 ഇൻറ്റു -8 0 2 2 0 -4 12 -7 -3. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ ചെയ്യേണ്ടത് അതിൻ്റെ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. നമ്മൾ അഡ്ജോയിൻ്റ് ഓഫ് എ ആണോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഏത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ. ഇവിടെ അങ്ങനെ തന്നെ ചെയ്തേ 3/3 മെട്രിക്സ് ആണ്. അതിൻ്റെ എല്ലാ കോഫാക്റ്റും എടുക്കുക. അതിനുശേഷം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എ ഈക്വൽ ടു if A equal to matrix 3 1 -1 2 show that A square minus 5A plus 7A equal to 0. Show that A square minus 5A plus 7A equal to 0. Full stop. Hence find A inverse. അങ്ങനെ A inverse ആണ്. If A equal to 3 1 -1 2 show that A square minus 5A plus 7A equal to 0. Hence find A inverse. അപ്പോൾ A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 1 -1 2 നമുക്ക് ഷോ ദാറ്റ് പ്രൂവ് ചെയ്യണം. A square minus 5A plus 7A equal to 0 എന്ന് പ്രൂവ് ചെയ്യണം. ഹെൻസ് ഫൈൻഡ് A inverse. അങ്ങനെ A inverse ആണ്. A inverse കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു. A inverse കാണുന്നത് എങ്ങനെയാണ്? അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. ഇതിൻ്റെ ഇൻവേഴ്സ് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് പറയാം. ഇതിൻ്റെ അഡ്ജോയിൻ്റ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് 6 + 1 7. ഡിറ്റർമിനൻ്റ് 3 × 2 6 -1 × 1 7 6 + 1 7. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/7 ഇൻറ്റു മെട്രിക്സ് 2 -1 1 3. അങ്ങനെ മനസ്സിൽ ഓർത്ത് പറയാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയേണ്ടി.
ഇൻവേഴ്സ് അങ്ങനെയല്ല കാണുന്നത്. ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ 0. ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം ഏത് കാണാൻ? എ ഇൻവേഴ്സ്. ഇതിൽ നിന്നും എ ഇൻവേഴ്സ് കാണാൻ. ആദ്യം ഇത് പ്രൂവ് ചെയ്യുക, അതിൽ നിന്ന് എയുടെ ഇൻവേഴ്സ് കാണുക. എ കിട്ടി. ഇത് പ്രൂവ് ചെയ്തതിന് ശേഷം എയുടെ ഇൻവേഴ്സ് കാണുക. അപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ട കാര്യം എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0. എന്നിട്ട് എ ഇൻവേഴ്സ് കാണും. എ ഇൻവേഴ്സ് കാണാൻ നേരിട്ട് മനസ്സിൽ പുറത്തങ്ങ് എഴുതാം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ ഈ ഇക്വേഷൻ കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എ സ്ക്വയർ കാണണം, 5a കാണണം, 7a കാണണം. എല്ലാം കൂട്ടി എടുക്കുമ്പോൾ 0 കിട്ടണം. അപ്പോൾ ആദ്യം എ സ്ക്വയർ കാണണം. എ സ്ക്വയർ കാണാൻ എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കാണുന്ന എ ഇൻറ്റു ഒരു ദിവസം നമ്മൾ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച കാര്യം. എ സ്ക്വയർ കാണാൻ എ ഇൻറ്റു എ ദറ്റ് ഈസ് എ 3 1 മൈനസ് 1 2 ഇൻറ്റു വീണ്ടും എ തന്നെ 3 1 മൈനസ് 1 2 എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ 3 1 അതിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു റോ കൊണ്ട് കൊടുത്തത് 3 ഇൻറ്റു 3 9 മൈനസ് 1 3 ഇൻറ്റു 3 1 ഇൻറ്റു മൈനസ് 9 മൈനസ് 1 അടുത്ത 1 ഇൻറ്റു 3 3 1 ഇൻറ്റു 3 പ്ലസ് 2 അടുത്ത മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 3 മൈനസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 മൈനസ് 3 മൈനസ് 2 0 കൊണ്ട് കൊടുത്തത് മൈനസ് 1 പ്ലസ് 4. അപ്പോൾ നമ്മൾ കണ്ട എ സ്ക്വയറാണ്. എ സ്ക്വയർ കാണുന്നത് എ ഇൻറ്റു എ. അപ്പോൾ എ എഴുതി 3 1 മൈനസ് 1 2 ഇൻറ്റു 3 1 മൈനസ് 1 2 3 ഇൻറ്റു 3 9 1 ഇൻറ്റു മൈനസ് 1 9 മൈനസ് 1 3 ഇൻറ്റു 3 3 ഇൻറ്റു 1 3 1 ഇൻറ്റു 2 അടുത്ത 1 ഇൻറ്റു 3 മൈനസ് 3 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 അടുത്ത മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 1 2 ഇൻറ്റു 2 4. ഇതിൻ്റെ ആൻസർ 8 5 minus 5 3 9 minus 1 8 3 plus 2 5 minus 2 minus 3 minus 5 minus 1 plus 4 3 അങ്ങനെ എ സ്ക്വയർ കിട്ടി. അടുത്ത വേണ്ടിയ 5a 5 ഇൻറ്റു ദാറ്റ് ഈസ് 5 ഇൻറ്റു എ 3 1 മൈനസ് 1 2. മെട്രിക്സിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി ആ മെട്രിക്സിനെ അകത്തോട്ട് കയറ്റി എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ കിട്ടുന്നത് 5 ഇൻറ്റു 3 18 5 into 1 5 minus 5 10. മെട്രിക്സിനകത്തോട്ടുള്ള എല്ലാ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ. അപ്പോൾ 5 into 3 15 5 into 3 15 5 into 1 5 5 into 1 minus 5 5 into 2 10. അടുത്ത വേണ്ടിയ 7i that is 7 into i. ഇത് 2x2 മെട്രിക്സ് ആണ്. i2 എടുത്താൽ മതി. i2 1 0 0 1. ഇതൊരു 3x3 മെട്രിക്സ് ആണ്. നിങ്ങൾ i3 എടുക്കണം. 1 0 0 0 1 0 0 0 1. അപ്പോൾ ഇത് ഏത് തന്നിരിക്കുന്ന 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നിങ്ങൾ എടുക്കേണ്ടത് i2 7 into 1 0 0 1. 7നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 7 to 0 0 0 7. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എ തന്നിട്ടുണ്ട് 3 1 മൈനസ് 1 2. ഷോ ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0. ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് എ സ്ക്വയർ കണ്ടു. എ ഇൻറ്റു എ. ഇനി എ ക്യൂബാ കാണണമെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എ കാണണം. എപ്പോഴെങ്കിലും എ ക്യൂബാ കണ്ടി വരുന്നെങ്കിൽ എ ക്യൂബ് അടുത്ത ക്വസ്റ്റൻ വരുന്നെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് എ സ്ക്വയർ ഇൻറ്റു എ. ഈ എ സ്ക്വയറിനെ ആ കിട്ടിയത് വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ക്യൂബ് വേണം എ സ്ക്വയർ ഇൻറ്റു അങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എ സ്ക്വയർ വരെ ഉള്ളൂ. ബുക്കിൽ അടുത്ത പ്രോബ്ലം ഉണ്ട് എ ക്യൂബ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്യേണ്ടത് എ സ്ക്വയർ ഇൻറ്റു എ താഴെ. ഇവിടെ എ സ്ക്വയർ ആയതുകൊണ്ട് എ ഇൻറ്റു എ കൊണ്ട് തന്നെ വിളിച്ചു. അടുത്ത വേണ്ടിയ 5a അതെഴുതി. അടുത്ത 7a. അപ്പോൾ നമുക്ക് 3 കൂട്ടം കാര്യങ്ങളായി. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a. ഇനി നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യേണ്ടി എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0 എന്നാണ് വേണ്ടി. അത് കണ്ടുപിടിച്ച് നോക്കാം. എ സ്ക്വയർ 8 5 മൈനസ് 5 3 മൈനസ് 5a 15 5 മൈനസ് 5 10 പ്ലസ് 7a 7 0 0 7. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു നോക്കി. എ സ്ക്വയർ അതെഴുതി, മൈനസ് 5a എഴുതി, പ്ലസ് 7 എഴുതി. കൂട്ടി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ. ഇവിടെ ഒരുമിച്ചാണ് കൂട്ടി എഴുതാം, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂട്ടി എഴുതാം. 8 മൈനസ് 15 മൈനസ് 7 8 മൈനസ് 15 5 മൈനസ് 5 0 മൈനസ് 5 മൈനസ് മൈനസ് 5 മൈനസ് മൈനസും പ്ലസ് ആയിട്ട് മൈനസ് 5 പ്ലസ് 5 0 3 മൈനസ് 10
-7 പ്ലസ് 7i പ്ലസ് അപ്പുറത്ത് കിടക്കുന്നത് 7007 ആഡ് ചെയ്ത് നോക്കിയാൽ -7 പ്ലസ് 7 0 0 പ്ലസ് 0 0 0 പ്ലസ് 0 0 -7 പ്ലസ് 7 0 അപ്പോൾ 0 കിട്ടി. അപ്പോൾ a സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0 എന്ന് കിട്ടി. a സ്ക്വയർ കണ്ടു, 5a കണ്ടു, 7a കണ്ടു, മൊത്തം കൂട്ടിയെടുത്തപ്പം 0 കിട്ടി. അപ്പോൾ ആദ്യത്തെ ഭാഗം കിട്ടി, a സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ആദ്യത്തെ ഭാഗമായി a സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ ടു 0. പക്ഷെ നമുക്കത് വേണ്ട, അത് വേണം. അതുകൂടാതെ ഇനി ഒരു കാര്യമുണ്ട്, ഹെൻസ് ഫൈൻഡ് a ഇൻവേഴ്സ്. അങ്ങനെ a ഇൻവേഴ്സ് കൂടെ കാണാൻ. ഹെൻസ് ഫൈൻഡ് a ഇൻവേഴ്സ്. a ഇൻവേഴ്സ് മുമ്പേ പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഓർത്ത് എഴുതാം, അത് പറ്റത്തില്ല. അത് പറയാതെ ഈ കിട്ടിയ ആൻസറിൽ നിന്ന് ഏത് കാണാൻ? ഹെൻസ് ഫൈൻഡ് a ഇൻവേഴ്സ്. ഇതിൽ നിന്ന് a ഇൻവേഴ്സ് കാണാൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന റിസൾട്ട് a സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈക്വൽ 0. ഇതിനകത്ത് a ഇൻവേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ചെയ്യേണ്ടത് ഈ i ഉള്ള ഭാഗം ഇടതുവശത്തേക്കണം. i ഉള്ള ഭാഗം നല്ലത് 7a, ബാക്കിയെല്ലാം അപ്പുറം പോട്ടെ. മൈനസ് a സ്ക്വയർ പ്ലസ് 5a. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് i ഉള്ള ഭാഗം ഇടതുവശത്തേക്കണം, ബാക്കിയെല്ലാം അപ്പുറം പോകണം. അപ്പോൾ i ഉള്ള ഭാഗം 7a, ബാക്കിയൊക്കെ അപ്പുറത്ത് പോയാൽ പ്ലസ് a സ്ക്വയർ അപ്പുറം പോയാൽ മൈനസ് a സ്ക്വയർ, മൈനസ് 5 അപ്പുറം പോയാൽ പ്ലസ് 5. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ മൊത്തം ലെഫ്റ്റ് സൈഡ് ഒരു a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈയിങ് ബൈ a ഇൻവേഴ്സ്. ഇടതുവശവും വലതുവശവും അല്ല, a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 എടുക്കാം, a ഇൻവേഴ്സ് ഇൻറ്റു i. ഇടതുവശത്തെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് അപ്പുറത്ത് a ഇൻവേഴ്സ് ഇൻറ്റു a സ്ക്വയർ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 5 ഇൻറ്റു a ഇൻവേഴ്സ് ഇൻറ്റു a. ഈ ഇക്വേഷൻ മൊത്തം എടുത്തും a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 ഇൻറ്റു a ഇൻവേഴ്സ് ഇൻറ്റു അപ്പുറത്ത് മൈനസ് a ഇൻവേഴ്സ് ഇൻറ്റു a സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു a ഇൻവേഴ്സ് ഇൻറ്റു a. ദാറ്റ് ഈസ് 7 ഇൻറ്റു a ഇൻവേഴ്സ് ഇൻറ്റു i എന്ന് പറഞ്ഞാൽ a ഇൻവേഴ്സ് തന്നെ. ഏതൊരു മെട്രിക്സിനെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെ. ഏതൊരു മെട്രിക്സിനെയും i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഒന്നിന് പകരം മെട്രിക്സിനകത്ത് വരുന്ന i ആണ്. അപ്പോൾ a ഇൻവേഴ്സ് ഇൻറ്റു i a ഇൻവേഴ്സ് തന്നെ. മൈനസ് a റൈസ് ടു മൈനസ് ഇൻറ്റു a സ്ക്വയർ, a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n, a റൈസ് ടു m പ്ലസ് n, മൈനസ് 1 പ്ലസ് 2 a റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ a പ്ലസ് 5 ഇൻറ്റു a റൈസ് ടു മൈനസ് 1, a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു മൈനസ് 1 പ്ലസ് 1 a റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ i ആണ്. ഇവിടെ a ഇൻവേഴ്സ് ഇൻറ്റു i എന്ന് പറഞ്ഞാൽ a ഇൻവേഴ്സ് തന്നെ. ഇവിടെ രണ്ടോ കൂട്ടുമ്പോൾ a റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ a ഇൻവേഴ്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അവിടെ 0, a റൈസ് ടു 0. മെട്രിക്സിനകത്ത് a റൈസ് ടു x റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആണ്. ഏത് സംഖ്യ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ മെട്രിക്സിനകത്ത് 0 എന്ന് പറഞ്ഞാൽ മെട്രിക്സിന് ഒന്നല്ല i. Therefore a inverse equal to 1/7 into minus a plus 5y. 1/7 into a inverse equal to 1/7 into minus a plus 5y. A inverse ആണ് equation. That is 1/7 into minus a. 1/7 into minus a എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -3 -1 1 2 പ്ലസ് 5y. 5y എന്ന് പറഞ്ഞാൽ 5005. 5 into i 1001 വന്നിട്ട്. ദാറ്റ് ഈസ് 1/7 into കൂട്ടി എഴുതുക. -3 + 5 2 -1 + 0 -1 1 + 0 1 2 + 5 7. 1/7 into 2 - 1. ഇവിടെ -2 + 5 3. 1/7 into 2 - 1 1 3. കറക്റ്റാ? നമ്മളിവിടെ മാറ്റി -1 -1. അപ്പോൾ ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 + 3 5. അങ്ങനെ അതിൻ്റെ a ഇൻവേഴ്സിറ്റി. അപ്പോൾ i വരുന്ന ടൈം ഇടുക, ബാക്കിയെല്ലാം അപ്പുറം പോവുക, രണ്ട് സൈഡിൽ a ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക. അത്രയേ ഉള്ളൂ.